കസൂളിൽ നിന്ന് 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഹരിഹരൻ മണിദ്വാർ എന്ന സ്ഥലം എത്തുന്നതാണ്. അവിടുത്തെ വിശേഷങ്ങളുമായി അവിടെ വരുന്ന എല്ലാ യാത്രക്കാർക്കും അവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ വിശേഷങ്ങളുമായാണ് അടുത്ത വീഡിയോ. കസൂളിൽ നിന്ന് 10 രൂപ മാത്രമേ ഈ ഗുരുദ്വാരയിലേക്ക് ഉള്ളൂ. ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് ബസ് ലഭിക്കുന്നതാണ്. പോകുന്ന സ്ഥലം അതിമനോഹരമായ സ്ഥലമാണ്. ഈ അടുത്ത സൈഡിൽ കൂടെ പാർവതി പുഴയുടെ തീരത്തിലൂടെ ഒരു മനോഹര യാത്ര. സുഹൃത്തുക്കളെ, കസൂളിലേക്ക് എങ്ങനെ നമുക്ക് യാത്ര ചെയ്യാമെന്നില്ല ഇതിനെക്കുറിച്ച് ഒട്ടുമിക്കം ആൾക്കാർക്കും അറിയില്ല. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ കാശ്മീർ ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ബസ് കിട്ടും. 2 രൂപത്തിൽ നിങ്ങൾക്ക് പോരാം. റെഡ് ബസ് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കസൂളിലേക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ രാത്രി 8:20 ബസ് അവിടുന്ന് വരും. കുറേ ബസ്സുകളുണ്ട്. 8:20 ബസ് പുറപ്പെട്ടാൽ രാവിലെ 7 മണിയാകുമ്പോഴേക്ക് കസൂളിലേക്ക് എത്താം. അല്ലെങ്കിൽ അവിടുന്ന് തന്നെ ബുന്ദർ എന്ന സ്ഥലത്തേക്ക് ബസ് കിട്ടുന്നതാണ്. ബുന്ദർ നിന്ന് കസൂളിലേക്ക് ഒരുപാട് വണ്ടി പോരുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രാചീന ഗ്രാമീണരുടെ കൂടെ യാത്ര ചെയ്ത് നിങ്ങൾക്ക് കസൂളിൽ എത്തിച്ചേരാവുന്നതാണ്. അതൊരു വഴി. മറ്റൊരു വഴി ഞാൻ പറയാം. പിന്നെ കേരളത്തിൽ നിന്ന് വരുമ്പോൾ ചണ്ഡീഗഡ് എന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബുന്ദറിലേക്ക് ബസ് കിട്ടുന്നതാണ്. അവിടെ നിന്ന് വീണ്ടും പഴയമാതിരി കസൂളിൽ എത്തിച്ചേരാവുന്നതാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കസൂൾ. സുഹൃത്തുക്കളെ, അപ്പം മണികരൻ ഗുരുദ്വാരൻ്റെ ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞാൽ മണികരൻ ഗുരുദ്വാരയിലേക്ക് വരാം. ഇവിടുത്തെ വിശേഷങ്ങളുമായി അടുത്ത ഇതിലേക്ക് മണികരൻ ഗുരുദ്വാരയിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. തിളച്ച വെള്ളം വരുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ. അതിൻ്റെ പുറത്തേക്ക്
വേസ്റ്റ് ഒഴിക്കുന്ന സ്ഥലമാണ്. ചൂടുള്ള വെള്ളമാണ്. ഗരം പാനി ഓട്ടോമാറ്റിക്കായിട്ട് ചൂടാക്കി ഭൂമിയിൽ നിന്ന് പതിപ്പിച്ച് വരുന്ന വെള്ളമാണ്. ഇത് വിശേഷമായി അടുത്ത് ഞാൻ കാണിക്കാം. അടുത്ത വിശ്വാസപ്രകാരം ഓരോരുത്തർ ഇതിൽ കാല് കഴുകുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ആ ഭാഗത്തു നിന്നാണ് ചുടുവെള്ളം ഉത്ഭവിക്കുന്നത്. ആവശ്യക്കാർ ബോട്ടിലെത്തുന്നുണ്ട്. ये पाइप का आने के इतने गर्मी ठंडा है। ठंडा है ना. गर्मी किधर है? ये गर्म है। मैं थोड़ा निकालने का मुश्किल है. हाथ नहीं डाल सकते, ये देखो. हाँ ये गर्मी है ना. ये गर्मी തിളച്ച വെള്ളമാണ് ഈ പൈപ്പിലൂടെ വരുന്നത്. മറ്റേ പൈപ്പിലൂടെ തണുത്ത വെള്ളം വരുന്നത്. ഗരം पानी एक ठंडा पानी. ये ठंडा पानी किधर से आता है? ये ठंडा पानी किधर से आता है भाई? ठंडा पानी किधर से आता है? ये टैंक से. अच्छा, നല്ല തിളച്ച വെള്ളമാണ്. ഇവിടെ ചെരുപ്പ് ഊരിയിട്ട് വേണം പോകാനെന്ന് പറയുന്നത്. ഇവിടുന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ 4 നേരം ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതാണ്. ചപ്പാത്തി, റൊട്ടി എല്ലാം കൊടുക്കും. ഇവിടെ വരുമ്പോൾ തല മറച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. തല മറക്കാത്ത കാരണത്താൽ നമ്മൾ വീണ്ടും പുറത്ത് പോയിട്ട് തല മറച്ച് വരാൻ പറഞ്ഞു. ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ വളരെ ആശ്വാസമാണ്. 4 നേരം ഒന്ന് റൊട്ടി കഴിച്ച് പോകാമെന്നാണ് പറയുന്നത്. നോക്കട്ടെ, ഒരു റൊട്ടി കഴിച്ചിട്ട് പോകാം. ഇവിടെ വന്നത് ഏതായാലും അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും വരാം. പ്രകൃതിയെ നിർമ്മിച്ച വെള്ളത്തിൽ നിന്ന് അരി ചോറുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ അടുത്ത് പോകണേ. ഇവിടെയാണ് ആ സ്ഥലം. ചൂട് വെള്ളം. ഓരോരുത്തർ പൈസ ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. തിളച്ച വെള്ളം. ചോറുകളൊക്കെ ഉണ്ടാക്കുന്ന ഇവിടെയാണ്. തിളച്ച വെള്ളത്തിൽ ഓരോരുത്തർ നൂലിൽ അരി കെട്ടിയിട്ട് ഇങ്ങനെ മുക്കുന്നു എടുക്കുന്നു. അങ്ങനെ ചോറുണ്ടാക്കി കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഈ മൺകുടത്തിലാണ് ആൾക്കാർക്ക്, ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ചോറുണ്ടാക്കി കൊടുക്കുന്നത്. ഗുരുദ്വാറിലെ ഒരു വിശേഷം ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വിശേഷം വീണ്ടും കാണുന്നതാണ്. അടുത്ത വീഡിയോ നമ്മൾ തോഷ് എന്ന ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ആ വീഡിയോ അടുത്ത എപ്പിസോഡുമായി വരുന്നതാണ്.